മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത്. ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു, ഊപ്പർ ദേഖോ മസ്ജിദ് മസ്ജിദ്, സാമനെ ദേഖോ മസ്ജിദ് മസ്ജിദ്, പീछे ദേഖോ മസ്ജിദ് മസ്ജിദ്, പൂരെ പൂരെ മസ്ജിദ് മസ്ജിദ്. പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത്. മേപ്പോട്ട് നോക്കൂ, പള്ളികൾ; പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ, പള്ളികൾ; മുന്നിലേക്ക് നോക്കൂ, പള്ളികൾ; എവിടെ നോക്കിയാലും പള്ളികൾ. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മറുപടി പറയട്ടെ. പ്രതിപക്ഷ സംസാരിച്ചോളും. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളും. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്ത രീതി ശരിയല്ല. ഇത് ശരിയല്ല. നിങ്ങൾ മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞോ? ഇവിടെ മറുപടി പറയാം. പ്രതിപക്ഷ നേതാവില്ലേ? പ്രതിപക്ഷ നേതാവ് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് പറയട്ടെ. യെസ് യെസ്, പരിശോധിക്കാം. അവിടെ ഇരിക്ക്. പരിശോധിക്കാം. ഇങ്ങനെ വന്നിട്ടല്ല പറയേണ്ടത്. അതിനൊരു ക്രമമുണ്ട്. ഫ്ലോറിനൊരു ക്രമമുണ്ട്. ഇവിടെ വന്നിട്ടല്ല പറയേണ്ടത്. വെളിയിൽ വന്നിട്ടല്ല പറയേണ്ടത്. അതിനൊരു ക്രമമുണ്ട്. നിങ്ങൾ ക്രമമുണ്ടല്ല ഇവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കാനല്ല കേട്ടാ. യെസ് യെസ്. അവിടെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കാൻ പറയണം. നിങ്ങൾ അവിടെ പോയിരിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറയണം. യെസ്, പ്രൊട്ടക്ഷൻ അവിടെ പോയിരിക്കണം. ലീഡർ പറഞ്ഞു, LOP പറഞ്ഞു അവിടെ പോയിരിക്കുക. അദ്ദേഹം പറയുന്ന കേൾക്ക്. പ്രതിപക്ഷത പറയുന്ന കാര്യം കേൾക്ക്. പ്ലീസ്. അദ്ദേഹം മറുപടി പറയട്ടെ. യെസ്. ഒന്ന് ഭരണം അവിടെ ഇരിക്കണം. ട്രഷറി ബെഞ്ച് അവിടെ ഇരിക്കണം. യെസ്. ട്രഷറി ബെഞ്ച് അവിടെ ഇരിക്കണം. യെസ്. ബഹുമാനപ്പെട്ട ജലീൽ ഒന്ന് അവിടെ ഇരിക്കണം. പ്ലീസ്. അദ്ദേഹം പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.